നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു നാട് ഒന്നടങ്കം കഴിഞ്ഞ 20 മണിക്കൂറായി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് 6 വയസ്സുകാരനായി. എവിടെ പോയി മകനെ നീ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. പലരും കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന 6 വയസ്സുകാരനെ കണ്ടെത്താനുള്ള തെരച്ചിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കുഞ്ഞിനെ കാണാതായ വിവരം അറിഞ്ഞ് അച്ഛൻ അനസ് വിദേശത്ത് നിന്നും നാട്ടിലേക്ക് അല്പസമയത്തിനകം എത്തും. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതായാണ് ബന്ധുക്കൾ പറയുന്നത്. സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതിരുന്നതോടുകൂടിയാണ് തിരച്ചിൽ ഊർജിതമാക്കിയത്. രാവിലെ 11 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാതായത്. കുട്ടിയെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീടിനടുത്തുള്ള ഇടവഴിയിൽ വെച്ച് ഒരാൾ കണ്ടിരുന്നു. പിന്നീട് വിവരമില്ല. സമീപത്തെ 2 വീടുകളല്ലാതെ സുഹാന് മറ്റു വീടുകൾ പരിചയവുമില്ല. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് സുഹാന്റെ സഹോദരനും മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മകളുമാണ്. സുഹാന് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുകയാണ്. ഫയർഫോഴ്സ് വീട്ടുപരിസരത്തെ കുളത്തിൽ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂൾ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതായിരുന്നു. അതുപോലെ തന്നെ ഇത് കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. എവിടെയാണ് കുട്ടി പോയത് എന്നടക്കമുള്ള പരിശോധനകൾ നടത്തുകയാണ് പോലീസ്. കൃത്യമായി പോലീസിന്റെ വഴിയും നാട്ടുകാർ അവരുടെ വഴിക്കും ബന്ധുക്കൾ അവരുടെ വഴിക്കും ഒക്കെ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി വീട്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ, അമ്മയും അച്ഛനെയൊക്കെ പേടിപ്പിക്കാനായി ഒളിച്ചിരിക്കുകയാണോ, ഇനി ശ്വാസം കിട്ടാതെ അവൻ ബുദ്ധിമുട്ടുകയാണോ എന്നടക്കമുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. വീട് ഇളക്കി പരിശോധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ തന്നെ പരിശോധിച്ച് കുട്ടിയെ കാണാതായിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ ഈ വിവരം അറിഞ്ഞ് ഇരിക്കപ്പുറതിയില്ലാതെ അദ്ദേഹം വിദേശത്ത് നിന്നും മടങ്ങി വരികയാണ്. എങ്ങോട്ടാണ് മകൻ പോയത് എന്നറിയില്ല. മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും ജീവൻ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ്. കുളത്തിലടക്കം പരിശോധിച്ചു. അതിനും വേണ്ടി കുഞ്ഞുമായി അല്ലെങ്കിൽ സഹോദരനുമായി പിണങ്ങി പോകാനുമായി എന്ത് വഴക്കാണ് ഇവർ തമ്മിൽ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് കളിപ്പാട്ടം കൊടുക്കുന്നതിലുണ്ടായ തർക്കമാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം കുട്ടി ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞത് അവൻ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു പക്ഷെ തിരിച്ചു വരുമായിരിക്കുമെന്നാണ്. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടും കണ്ടില്ല. അതിനുശേഷമാണ് നാട്ടുകാരെല്ലാവരും ആദ്യം പരിശോധന ആരംഭിച്ചത്. പിന്നാലെയാണ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തുകയും ചെയ്തത്. എന്തായാലും മകനെ നീ എവിടെ എന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത് സഹോദരനും മുത്തശ്ശിയും അമ്മയുടെ സഹോദരിയും മകളും ഒക്കെയാണ്. സുഹാന് വേണ്ടി പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കിയിട്ടുണ്ട്. അതായത് കുട്ടിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് എല്ലാവർക്കും സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിവരം അറിയിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. എന്നാലും ഫയർഫോഴ്സ് വീട്ടുപരിസരത്തെ കുളത്തിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിലും ഒരു തരത്തിലുള്ള തുമ്പും കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിനെ ഒരു ഇടവഴിയിൽ വെച്ച് ഒരാൾ കണ്ടിരുന്നു എന്ന് പറയുന്നു. പിന്നീട് എങ്ങോട്ട് പോയി എന്നറിയില്ല. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ്. കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോവുകയായിരുന്നു. എന്നാലും കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുന്നു. ഇവിടെ ഒരു കുട്ടിയുടെ ജീവന് വേണ്ടി തിരയുമ്പോൾ മറ്റൊരിടത്ത് ഒരു കുട്ടിയുടെ ജീവൻ പോയൊരു വാർത്ത കൂടി വരികയാണ്. റെയിൽപാളം മുറിച്ചു കടക്കുന്നതിനിടയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. പരപ്പനങ്ങാടിയിലാണ് സംഭവം നടന്നത്. ചെട്ടിപ്പട്ടി കോയംകുളത്ത് താമസിക്കുന്ന അമീൻ ഷാ ഹാഷിം എന്ന 11 വയസ്സുകാരനാണ് അപകടത്തിൽ മരിച്ചത്. പുതിയ നാൽക്കത്ത് ഫൈസലിന്റെ മകനാണ്. വീട്ടിൽ നിന്ന് ബന്ധു വീട്ടിലേക്ക് പോകാൻ പാളം മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. എന്തായാലും കുട്ടികളുടെ ജീവൻ പൊലിയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്ത തന്നെയാണ്. ഇവിടെയും ഒരു മരണ വാർത്ത. അവിടെ സുഹാന് വേണ്ടി തിരച്ചിൽ ഊർജിതമാകുന്നു. എത്രയും വേഗം കുട്ടിയെ കിട്ടണമേ എന്ന പ്രാർത്ഥനയിലാണ് കേരളം ഒന്നടങ്കം.